ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നത് സാമ്പത്തിക മേഖലയിലാണ്. അഥവാ സമ്പത്തില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാൻ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ചൊല്ലാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات اللهم اقض حاجاتنا يا قاضي الحاجات لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമി കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്, രോഗങ്ങൾ പറഞ്ഞ ആളുകൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകൾ, മക്കളെ ദുസ്വഭാവം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകൾ, ഇങ്ങനെ പല പല പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ പലരും ഫോൺ വിളിച്ച് പറഞ്ഞു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, നമ്മളുടെ മജ്ലിസിന് താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കും നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും വേണ്ടി നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മജ്ലിസിന്റെ അവസാനം വരെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 9 മണിക്ക് നമ്മളെ മജ്ലിസ് ലൈവിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മളെ മജ്ലിസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് സഹോദരിമാർ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, ഞങ്ങളുടെ ടെൻഷനുകളും പ്രയാസങ്ങളൊക്കെ മാറുന്നുണ്ട്. ടെൻഷനും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ മജ്ലിസ് നമ്മൾ കാണലാണ് ഉസ്താദെ, അതുകൊണ്ട് മജ്ലിസ് ഒരിക്കലും നിർത്തരുതേ എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഭർത്താവ് ജയിലിലായിരുന്നു, യാ ജലീൽ ജല്ല ജലാലു എന്നുള്ള ഒരു ക്ലാസ് ഉസ്താദ് മജ്ലിസിൽ എടുത്തിരുന്നു. ആ മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുത്തു. ആ ദിക്ർ, ആ ഇസ്മ ഒരുപാട് ചൊല്ലി എൻ്റെ ഭർത്താവിനെ ജയിലിൽ നിന്ന് വിട്ടിട്ടുണ്ട് ഉസ്താദെ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. നമ്മളുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അഥവാ ഇന്ന് രാജ്യത്ത് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസമെന്ന് പറയുന്നത് സമ്പത്തില്ലാത്തതാണ്. സാമ്പത്തികമായ മേഖലകളിൽ ഒരുപാട് ആളുകൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ജോലിക്ക് പോയാൽ അവിടെ ബർക്കത്തില്ല, ജോലിക്ക് പോയാൽ തന്നെ അവൻ്റെ ചെലവിനാവശ്യമായ സാലറി ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ തന്നെ നിങ്ങൾക്കറിയാം. എത്രയോ ആളുകൾ കടം കാരണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കടങ്ങൾ വീടാൻ, സാമ്പത്തികമായ മേഖലയിൽ അഭിവൃദ്ധി ലഭിക്കാൻ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു ദിക്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ
ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടെ അഥവാ ഉളു ഒക്കെ എടുത്ത് നല്ല ഒരു സ്ഥലത്തിരുന്ന് നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ദിക്ർ ചെല്ലേണ്ടത്. എങ്ങനെങ്കിലും ചെല്ലല്ല, നല്ല ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നിലക്ക് നിങ്ങൾ ചെല്ലണം. ആ ചെല്ലുന്ന സമയത്ത് ഉളു ഉണ്ടായിരിക്കണം, വൃത്തിയുള്ള സ്ഥലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതോടൊപ്പം തന്നെ 3 ഇസ്മുകൾ നമ്മൾ അതിന്റെ കൂടെ കൂട്ടാനുണ്ട്. 3 ഇസ്മ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ കൂട്ടി നമ്മൾ ദിക്ർ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരും. അഥവാ നമ്മൾക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അഫ്ളലു ദിക്റാൻ. ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ ഒന്നടങ്കം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ സർവ്വ അമ്പിയാക്കളും വന്നിട്ടുള്ളത്. മൂസാ നബി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇബ്രാഹിം നബി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നൂഹ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇങ്ങനെ ഏത് അമ്പിയാക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ ഈ ലോകത്തോട് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ കുറിച്ചായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഫ്ളലു ദിക്റാൻ, ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും മഹാനായ നബി തങ്ങൾ സഹാബിമാരോട് പറയുണ്ടായി, ജദ്ദിദു ഈമാനക്കും, സഹാബികളെ നിങ്ങൾ നിങ്ങളുടെ ഈമാൻ ഒന്ന് പുതുക്കണേ സഹാബിമാരെ. ഈമാൻ പുതുക്കാനാണ് പറയുന്നത്, ഈമാൻ ഒന്ന് നന്നാക്കാനാണ് പറയുന്നത്, ഈമാൻ ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം സഹാബികളെ എന്ന് അള്ളാഹുവിന്റെ റസൂല് സഹാബിമാരോട് പറഞ്ഞപ്പോ സഹാബിമാര് റസൂലുള്ളാഹിനോട് ചോദിച്ചു, കൈഫ നുജദ്ദിദുനാ യാ റസൂലല്ലാഹ് ഈമാനനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഈമാൻ ഞങ്ങൾ എങ്ങനെയാണ് ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, ഒന്നുകൂടെ ഞങ്ങൾ ശരിയാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ബികസ്റതി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക, എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും. അചഞ്ചലമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള വിശ്വാസം വർദ്ധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരുപാട് മഹത്വങ്ങൾ മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം 3 ഇസ്മുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന് 99 പേരുകളുണ്ട്. ആ 99 പേരിലെ 3 ഇസ്മുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ കൂട്ടിച്ചേർക്കുക. ഏതൊക്കെയാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ കൂട്ടി ചേർക്കേണ്ട ഇസ്മേദാ അൽ മലിക്, അതുപോലെ അൽ ഹഖ്, അതുപോലെ അൽ മുബീൻ. ഈ 3 പേരുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ കൂട്ടിച്ചേർക്കുക. അപ്പൊ എങ്ങനെയാണ് അത് കൂട്ടിച്ചൊല്ലുക? ഒന്ന് എന്റെ കൂടെ ചൊല്ലിക്കോളിയും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. പലർക്കും ഇത് ചിലപ്പോൾ കാണാതെ അറിഞ്ഞേക്കാം, സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി കാണും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. വളരെ സിമ്പിൾ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഒന്നുകൂടി ചൊല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടത്? 100 പ്രാവശ്യം ചൊല്ലണം. ഒരു ദിവസം 100 പ്രാവശ്യം ഇങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ കാന അമാനം മിനൽ ഫഖർ, ദാരിദ്ര്യം അനുഭവിക്കൂല. സാമ്പത്തിക മേഖലയിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുകയാണ്. ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല, പട്ടിണി വരൂല, ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരൂല. വഹുവ അമാനും മിനൽ ഫഖർ, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ ഈ ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് ദാരിദ്ര്യമില്ലാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇസ്തിജ്ലാബുൽ ഗിനാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള വലിയ ഒരു മാർഗമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ, വലിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ പതിവാക്കലാണ്.
എന്ന ദിക്ർ പതിവാക്കിക്കോളൂ ഉമ്മമാരെ. തീർന്നിട്ടില്ല ഇതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങള്. ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് രക്ഷയാണ് ല്ലേ? ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് രക്ഷക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ അവസ്ഥകളൊക്കെ മാറിപ്പോയി, ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോവുകയാണ്. പിന്നെ നമ്മൾ ചെന്ന് കടക്കാനുള്ളത് ഖബറാകുന്ന മണ്ണറയിലാണ്. അതാണ് ഒരു കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അനസീത യാ മഗ്റൂറു അന്നക മൈതൂൻ ഐകിം ബി അന്നക ഫിൽ മഖാബിരി നാസിലൂ. ഈ ദുനിയാവിൽ ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നടക്കുന്ന മനുഷ്യ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്ന മനുഷ്യ, ഗീബത്ത് പറയുന്ന മനുഷ്യ, അതുപോലെ ഹറാമായ കാര്യങ്ങൾ ചെയ്തു നടക്കുന്ന മനുഷ്യ, അള്ളാഹുവിനെ വില കൽപ്പിക്കാതെ തെറ്റുകളും തിന്മകളിലുമായി ജീവിക്കുന്ന മനുഷ്യ, അനസീത യാ മഗ്റൂറു അന്നക മയ്യിതുൻ, ഇന്നല്ലെങ്കിൽ നാളെ നീ മരിക്കുമെന്ന് നീ മറന്നുപോയോ? ഐകിം ബി അന്നക ഫിൽ മഖാബിരി നാസിലൂ, ഇന്നല്ലെങ്കിൽ നാളെ നീ മരിച്ചാൽ നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ആ ഖബറിലെ അവസ്ഥ എന്താണ് ഉമ്മമാരെ? തബിലാവതഫനാ വൽ ഖലായിഖുൽ ഫനാ. നിന്റെ ശരീരമില്ലേ, നീ സുന്ദരമായി ബ്യൂട്ടി പാർലറിലേക്ക് പോയി മിനുക്കിയ നിന്റെ ശരീരമില്ലേ, പൗഡർ ഇട്ട് മിനുക്കിയ ശരീരമില്ലേ, ഫെയർ ആൻഡ് ലവ്ലി തേച്ച് മിനുക്കിയ ശരീരമില്ലേ, തബിലാവതഫന, അത് ദ്രവിച്ചു പോകുന്നതാണ്, അത് നശിച്ചു പോകുന്നതാണ്. പാമ്പുകളും തേളുകളും നിന്റെ ശരീരം കൊത്തിവലിക്കാൻ സമ്മേളനത്തിലാണ്. വൽ ഖലായിഖുൽ ഫനാ, ലോകത്തുള്ള എല്ലാ മനുഷ്യരും നശിച്ചു പോകുമെന്ന്. അതുകൊണ്ട് എൻ്റെ മനുഷ്യ, ഈ ദുനിയാവ് കൊണ്ട് നീ വഞ്ചിതനാവണ്ട എന്ന് മഹാന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഖബർ എന്ന് പറയുന്ന മണ്ണറ അത് ഏകാന്തതയുടെ വീടാണ്. 5 നേരം ഖബർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, അനബൈത്തുൽ വഹ്ദ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോ നീ വല്ലതും സമ്പാദിച്ചോ, ഖബറിലേക്ക് വല്ലതും അധ്വാനിച്ചോ എന്ന് ഖബർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി. സർവ ആരിഫീങ്ങളും പറഞ്ഞു, സർവ ഉലമാക്കളും പറഞ്ഞു. പോരാ, ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളെ പഠിപ്പിച്ചില്ലേ? സർവ അമ്പിയാക്കളും സർവ ഔലിയാക്കളും ഖബറിലേക്ക് സമ്പാദിച്ചു. നമ്മൾക്ക് ദുനിയാവാണ് വേണ്ടത്, നമ്മൾ ദുനിയാവിന്റെ കൂടെ പോവുകയാ. അതുകൊണ്ട് ഖബറിൽ രക്ഷ വേണോ? ഖബറിൽ നിനക്ക് കൂട്ടുകാരൻ വേണോ? ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള അമലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള അമലാണ്. നമ്മൾ സ്വർഗത്തിന്റെ മുമ്പിലേക്ക് ചെന്നാൽ നമ്മൾ ചൊല്ലിയ ഈ ദിക്ർ കൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. പോരെ, ഇനി എന്തിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ. അപ്പൊ സാമ്പത്തികമായ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുകയാണ്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറുകയാണ്, അതുപോലെ തന്നെ ആഖിറത്തിൽ വിജയിക്കാണ്, സ്വർഗം ലഭിക്കാണ്, ഖബറിൽ കൂട്ടുകാരനായി വരികയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും എല്ലാ ഫായിദകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ പ്രശ്നങ്ങൾ അകറ്റണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ, കടങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, കടക്കാനായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർക്കോ വരുത്തല്ല അല്ലാ. അള്ളാഹുവെ, എല്ലാ നിലക്കും നിന്റെ കാവല് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, വീട് പണി തുടങ്ങി 15 കൊല്ലത്തോളമായി ഉസ്താദെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ നല്ല അനുഗ്രഹം നൽകണേ റബ്ബേ. ഉദ്ദേശിച്ചതുപോലെ വീട് നിർമ്മിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ.
ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, ജ്യേഷ്ഠനിയന്മാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരുടെ മക്കള്, കുടുംബങ്ങള്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ സ്നേഹിച്ചവര്, ഞങ്ങളെ സഹായിച്ചവര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ഖബറിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. പാരത്രിക മോക്ഷം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഒരു നിലക്കും അവരെ ഞങ്ങളെ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കല്ല അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.